ഹലോ ഗായ്സ്, ഈ വീഡിയോ എൻ്റെ ഹോസ്റ്റലിലെ റൂം ടൂറാണ്. +1 +2 കോട്ടയം കാഞ്ഞിരപ്പള്ളി സെൻറ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിൻ്റെ റെസിഡൻഷ്യൽ ബ്രില്യൻ ബാച്ചിൻ്റെ ഹോസ്റ്റലാണിത്. എ ബ്ലോക്കിലെ 19th റൂമാണ് എൻ്റേത്. പേരും ബാച്ച് IIT 2025 ഞാൻ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ടുണ്ട്. റാങ്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ റൂമാണ് വരുന്നത്. വെൽക്കം ടു മൈ റൂം. സിംഗിൾ റൂം ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കാറ്. അപ്പം നമുക്ക് സെപ്പറേറ്റ് ഡോറൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ബെഡ് ടേബിൾ. ഞാൻ ഡ്രസ്സെല്ലാം വയ്ക്കുന്ന ഈ സ്യൂട്ട് കേസിലാണ്. ID കാർഡ് അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ബെഡും എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ളൊരു പാവയാണ്. ഇത് ഞാൻ ഇങ്ങനെ പഠിക്കുന്നതെല്ലാം സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. അപ്പം ബുക്കും രാത്രി പഠിക്കാനായിട്ട് ടേബിൾ ലാമ്പും പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് തന്നൊരു ലാമ്പും ഒരു കുഞ്ഞ് ഡസ്റ്റ്ബിനും ഉണ്ട്. പിന്നെ എനിക്കിപ്പുറത്ത് വേറൊരു വലിയ ഡസ്റ്റ്ബിനുണ്ട്. പിന്നെ ഇതാണ് ഷെൽഫ് ഏരിയ. താഴെ നമ്മൾ ബക്കറ്റും ചെരുപ്പൊക്കെയാണ് വയ്ക്കാറ്. ഇതെൻ്റെ മേക്കപ്പ് ഏരിയ ആണ്. ഫേസ് വാഷ്, ബോട്ടില്, പേസ്റ്റ്, ബ്രഷ്, എൻ്റെ വാച്ചും എല്ലാം ഇവിടെയാണ്. മോയ്സ്ചറൈസറും പിന്നെ മേക്കപ്പ് സാധനങ്ങളും എല്ലാം ഈ പെട്ടിക്കകത്താണ്. ഇതിനകത്ത് സ്കൂൾ ആക്സസറീസ് എല്ലാം ഞാൻ വയ്ക്കും. എൻ്റെ കോമ്പാക്ട് പൗഡർ, ചീപ്പ്, സ്പ്രേ, ഐലൈനർ എല്ലാം ഈ പെട്ടിക്കകത്തുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു സെപ്പറേറ്റ് ഒരു ഇതുള്ളത് കമ്മലും മാലയും സ്ലൈഡ് അങ്ങനത്തെ സംഭവങ്ങൾ വയ്ക്കാനായിട്ടുള്ളതാണ്. അതായത് സാറ്റർഡേ സൺഡേ നമുക്ക് കളർ ഡ്രസ്സ് ഇടാം എന്നുള്ളപ്പം ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. പിന്നെ ഇവിടെ എൻ്റെ ഒരു ഫുഡ് ഏരിയ ആണ്. അതായത് വീട്ടിൽ പോയിട്ട് വരുമ്പം പാരൻസ് വാങ്ങിച്ചിരുന്ന സാധനങ്ങളൊക്കെ. ഇത് പിന്നെ വലിയൊരു ഷെൽഫാണ്. എൻ്റെ പുസ്തകങ്ങളാണ് ഈ കാണുന്നതെല്ലാം. +1 +2 ഞാൻ ഉപയോഗിച്ച് തകർത്ത ബുക്കുകളാണ്. താഴെ വീണ്ടും ചെരുപ്പാണ് വച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ പെൻ സ്റ്റാൻഡും ബുക്കും പ്രീവിയസ് ഇയറും ഇത്രയും ബുക്സൊക്കെയാണുള്ളത്. പിന്നെ ഒരു കലണ്ടറും പിന്നെ യൂണിഫോം തൂക്കിയിടാനായിട്ടൊരു ഹാങ്ങറുണ്ട്. പിന്നെ നമുക്ക് ഉള്ളതൊരു കബോർഡാണ്. അതിനകത്ത് ഞാൻ അച്ചാറും എൻ്റെ ഗ്ലാസും പിന്നെ പൊട്ടിച്ച പാക്കറ്റ് ബിസ്ക്കറ്റും സാധനങ്ങളും ആണ് ഞാനവിടെ വയ്ക്കാറ്. പിന്നെ ആവശ്യമുള്ള ബാഗും സാധനങ്ങളും അവിടെ അങ്ങ് കയറ്റി വെക്കും. പിന്നെ നമുക്കുള്ളത് ബാൽക്കണി ഏരിയ ആണ്. അവിടെ നമുക്ക് ലൈറ്റൊക്കെ ഇടാം. ഒരു വാഷ് ബേസ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്, നമുക്ക് രാവിലെ എണീറ്റ് പല്ലൊക്കെ തേക്കാനായിട്ട്. അപ്പോൾ പിന്നെ അവിടെ ഞാനൊരു കണ്ണാടി വെച്ചിട്ടുണ്ട് എനിക്ക് എന്നെ തന്നെ നോക്കാനായിട്ട്. പിന്നെ പൊടിയൊക്കെ അടിക്കാനായിട്ട് ഒരു ചെറിയ ബ്രഷ് ഉണ്ട് അവിടെ. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡോ ആണ്. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നൊരു ക്ലോത്ത് അവിടെ ഉണ്ട്. ലോണ്ട്രി ബാഗും ഞാൻ അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ടവലും ഇതെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ബാൽക്കണിയുടെ ഔട്ട് സൈഡ് വ്യൂ. ഒരു ഗാർഡൻ ആണ്. ഇത് ഞാൻ രാവിലെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇരുട്ടാണ്. രാവിലെ 5 മണി ആയിട്ടുള്ളൂ. അപ്പം പിന്നെ അധികം നമുക്ക് ആ ഒരു അങ്ങോട്ട് കാണാതിരിക്കാൻ വേണ്ടി ഒരു കർട്ടൻ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതാണ് ഓവറോൾ എൻ്റെ റൂം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മുകളിലൊക്കെ അത്യാവശ്യം എയർ ഹോളും ഇതൊക്കെയുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന മാർച്ച് 28-നാണ്. അതായത് നാളെ ഹോസ്റ്റലിൽ വെക്കിയിട്ട് ഇത് വീട്ടിൽ പോകാനും ലാസ്റ്റ് ബോർഡ് എക്സാമായ കമ്പ്യൂട്ടറും ആണ്. അത് ഞാൻ കലണ്ടറിൽ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഒരു ഗുഡ് തിങ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മോട്ടിവേഷൻ വാക്കുകളാണ് കേട്ടോ. ലിറ്റിൽ ബൈ ലിറ്റിൽ ബിക്കംസ് എ ലോട്ട്. എക്സ് നൈസറീനിയൻ, എക്സ് IITian. ഇഫ് യു ഡോണ്ട് ഫൈറ്റ് ഫോർ വാട്ട് യു വോണ്ട്, ഡോണ്ട് ക്രൈ ഫോർ വാട്ട് യു ലോസ്റ്റ്, ലീവ് യുവർ ഫുട് പ്രിൻറ്റ്സ് വെറെവർ യു ഗോ എന്നായതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റ ID ഞാൻ അവിടെ എഴുതിയിട്ടു. ഈ എക്സ് റൂം ഓഫ് ഐസറേനിയൻ, IASC സ്റ്റുഡൻറ്റ്, പിറ്റ് സ്റ്റുഡൻറ്റ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈ റൂമിൽ കഴിഞ്ഞ വർഷങ്ങളിൽ താമസിച്ചിരുന്ന ചേച്ചിമാർ അവിടേക്ക് എത്തിപ്പെട്ടു എന്നുള്ളൊരു രീതിയിലാണ്. എൻ്റെ ലൈറ്റ് സ്റ്റാൻഡ് അവിടെ ഉണ്ട്. ഇൻ മൈ ലൈഫും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിൻഡോയിൽ ഞാൻ കർട്ടൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് കോറിഡോർ കാണാൻ പറ്റും, അപ്പുറത്തെ റൂമുകളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു സ്ലൈഡിങ് വിൻഡോയിൻ്റെ മെക്കാനിസം ഇതാണ് കേട്ടോ. കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ബാൽക്കണിയിലും കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഗാർഡൻ കണ്ടുകൊണ്ടൊക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അവിടെ ഉണ്ട് കേട്ടോ എക്സ് റൂം ഓഫ് എ ടോപ്പർ, IITian അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ തുറക്കുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഇതാണ്. നമ്മളും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ
ആവണം, അതേപോലെ നമ്മളും എഴുതിയിട്ട് പോകണം എന്നുള്ളതൊക്കെ. റൂമിൽ അങ്ങനെയൊക്കെ എഴുതാൻ പാടില്ലെങ്കിലും എല്ലാവരും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ലൂയിസ് ബേസ് ആസിഡ് ഇലക്ട്രോൺ ഡോണർ അക്സെപ്റ്റർ എന്നൊക്കെ ആ വിൻഡോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ടേക്ക് ചാൻസസ് ആൻഡ് നെവർ റിഗ്രെറ്റ്. +2 ആകുമ്പോഴാണ് നമുക്ക് സിംഗിൾ റൂം കിട്ടുന്നത്. നല്ല കംഫർട്ടബിൾ ആൻഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. കോട്ടയമായതുകൊണ്ട് നല്ല തണുപ്പാണ്, ഫാനൊക്കെ ഉണ്ട്. നല്ല വാളും സീലിങ്ങും ആണ്. 3 ലൈറ്റുണ്ട്, ബാൽക്കണിയിലൊന്ന്, റൂമിൽ 2. പഠിക്കാനൊക്കെ ആയിട്ട് നല്ല വെളിച്ചമുണ്ട്. നമ്മൾ തന്നെയാണ് കേട്ടോ നമ്മുടെ റൂം വൃത്തിയാക്കുന്നത്, വാഷ് ബേസ് കഴുകുന്നതും തുടയ്ക്കുന്നതും. ആൻറ്റിമാർ വന്നതും തൂക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.